ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് സെപ്റ്റംബർ 12. പമ്പ നദീതീരത്ത് ആഗോള അയ്യപ്പം സംഗമം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി അനുമതി നൽകി. 2025 സെപ്റ്റംബർ 20 പരിപാടി നടക്കുക. പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ പരിമിതമായ സൗകര്യങ്ങളോടെ സംഗമം നടത്താനാണ് കോടതി നിർദ്ദേശം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തീർത്ഥാടകർക്ക് യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്നും കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകി. സംഗമത്തിനായുള്ള സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണമെന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. ഈ പ്രശ്നം ലഘൂകരിക്കുന്നതിനും മരണങ്ങളും വിളനാശവും പരിക്കുകളും കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ട് 45 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. പ്രശ്നസാധ്യത മേഖലകളിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള വിവിധ നടപടികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൗരോർജ വേലികൾ സ്ഥാപിക്കൽ, ഏകവിള കൃഷിരീതികൾ മാറ്റി സ്വാഭാവിക വനങ്ങൾ വളർത്തൽ, വന്യജീവി ആക്രമണങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകൽ, വോളണ്ടിയർ പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കൽ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി വർഗ വകുപ്പുകൾ സംയുക്തമായി ഈ പദ്ധതി നടപ്പാക്കും. വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് പ്രാദേശിക പങ്കാളിത്തം ഉറപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തി വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാനും ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കാലതാമസം കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പലയിടങ്ങളിലും നിർമ്മാണത്തിലിരിക്കുന്ന പാതകളിലെ ഗതാഗതക്കുരുക്കും സുരക്ഷാ പ്രവർത്തനങ്ങളും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ വേഗത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അതിനാൽ നിർമ്മാണത്തിൽ അനാവശ്യമായ കാലതാമസം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. 6 വരിപ്പാതയായി വികസിപ്പിക്കുന്ന 642 കിലോമീറ്റർ ദൂരത്തിൽ 444 കിലോമീറ്ററിന്റെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായി. 2026 മാർച്ച് മാസത്തോടെ 560 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പൂർത്തിയാവുന്നതോടെ സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അതിവേഗത്തിലുള്ള ഗതാഗതം സാധ്യമാകും. വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്പോട്ട് അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ബിടെക്, ബിആർക്ക് പ്രോഗ്രാമുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഹാജരായി പ്രവേശന നടപടികളിൽ പങ്കെടുക്കാം. ഇതുകൂടാതെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് വിവിധ MSc, MTech പ്രോഗ്രാമുകളിലേക്ക് റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നുണ്ട്. ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയുടെ വെബ്സൈറ്റ് വഴി വിവരങ്ങൾ ശേഖരിച്ച് അഡ്മിഷൻ നടപടികളിൽ പങ്കെടുക്കാവുന്നതാണ്. കേരള കൊങ്കൺ തീരത്തെ 3 ബ്ലോക്കുകളിൽ എണ്ണ പര്യവേക്ഷണം നടത്താൻ അനുമതി ലഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി പ്രകാരമാണ് എണ്ണക്കിണർ കുഴിക്കുന്നതിനുള്ള അനുമതി നൽകിയത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടെയുള്ള കമ്പനികൾക്കാണ് പര്യവേക്ഷണത്തിനുള്ള ചുമതല. അടുത്ത മാസങ്ങളിൽ തന്നെ പര്യവേക്ഷണ കിണറുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നീറ്റ് PG 2025 പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പരീക്ഷയുടെ മുഴുവൻ ചോദ്യപേപ്പറുകളും ഉത്തര സൂചികകളും പുറത്തുവിടണമെന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. നിലവിൽ ചോദ്യങ്ങളുടെ ID മാത്രമാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് മാർക്കുകൾ ശരിയായി പരിശോധിക്കുന്നതിന് തടസ്സമാകുന്നുവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. അതേസമയം 50% അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകളിലേക്കുള്ള കൗൺസിലിംഗ് ഷെഡ്യൂൾ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു. സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ തീരുമാനം കൗൺസിലിംഗ് നടപടികളെ സ്വാധീനിച്ചേക്കാം.
പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കുന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണെന്ന് ഹർജിയിൽ പറയുന്നു. വാർത്ത തുടരും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.